ഹേ ആൾ എല്ലാവരും +1 +2 റിസൾട്ടിന് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. നമ്മളും വെയിറ്റ് ചെയ്യാണ്. പക്ഷേ എങ്ങനെയാണ് റിസൾട്ട് വന്നാൽ എങ്ങനെ നിങ്ങളുടെ ഫോണിൽ നിങ്ങളുടെ റിസൾട്ട് നോക്കാമെന്നാണ് ഈ ഒരു വീഡിയോയിൽ പറഞ്ഞുതരാൻ പോകുന്നത്. അതിൻ്റെ സൈറ്റ് ഏതാണ്, എങ്ങനെയാണ് രജിസ്റ്റർ നമ്പർ അടിക്കേണ്ടത്, ഡേറ്റ് ഓഫ് ബർത്ത് എങ്ങനെ ടൈപ്പ് ചെയ്യുന്നതൊക്കെയാണ്, ഏതാണ് സൈറ്റ് നോക്കി ക്ലിയർ ആയിട്ട് ഈ വീഡിയോ പറയുന്നുണ്ട്. സോ വീഡിയോ ലാസ്റ്റ് വരെ ക്ലിയർ ആയിട്ട് കാണാം. ഓക്കെ, റിസൾട്ട് വന്നിട്ടില്ല, റിസൾട്ട് വന്നാൽ എങ്ങനെയാണ് നോക്കേണ്ടതെന്നാണ് പറയാൻ പോകുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് നിങ്ങൾ ഗൂഗിൾ ഓപ്പൺ ചെയ്യുക. ഗൂഗിൾ ഓപ്പൺ ചെയ്തിട്ട് ഈ സൈറ്റ് ടൈപ്പ് ചെയ്യുക. ഈ സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. നല്ല പറയാം, www.keralaresults.nic.in. ഇതാണ് സൈറ്റിൻ്റെ പേര്, keralaresults.nic.in. ഈ സൈറ്റ് ഓപ്പൺ ചെയ്യാം. സോ ഇത് ഓപ്പൺ ചെയ്ത പാട് നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസ് കിട്ടും. ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം ഒരുപാട് എക്സാംസിൻ്റെ റിസൾട്ട്, എല്ലാ എക്സാമിൻ്റെ റിസൾട്ടും ഹയർ സെക്കൻഡറി ലെവലിൽ ഈ സൈറ്റിലാണ് വരുന്നത്. DHSC VHSC എല്ലാത്തിൻ്റെയും കാണും. നിങ്ങൾ റിസൾട്ട് വന്നാൽ ഏറ്റവും ടോപ്പിൽ വരാൻ പോകുന്ന പേരാണ് DHSC ഫസ്റ്റ് ഇയർ അല്ലെങ്കിൽ DHSC സെക്കൻഡ് ഇയർ ഇക്വലൻസി ജൂൺ 2024. ഇങ്ങനെയായിരിക്കും നിങ്ങളുടെ റിസൾട്ടിൻ്റെ വരാൻ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, കണ്ടില്ല, DHSC ഫസ്റ്റ് ഇയർ ഇക്വലൻസി എക്സാം മെയ് 2023. ഇത് കഴിഞ്ഞ വർഷത്തെ ആയിരുന്നു. ഓക്കെ, സോ കഴിഞ്ഞ വർഷം വന്ന ഡേറ്റ് എപ്പോഴാണ്? 16/7 ജൂലൈ 16 റിസൾട്ട് വന്നത്. സോ ഇവിടെ അതേപോലെ ഇവിടെ ടോപ്പിൽ വരും. നമുക്കിപ്പം കഴിഞ്ഞ വർഷത്തെ റിസൾട്ട് നോക്കാം. ഓക്കെ, സോ താഴോട്ട് പോയിട്ട് നമ്മൾ ഈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഏതാണ്? DHSC ഫസ്റ്റ് ഇയർ ഇക്വലൻസി എക്സാം 2023. നിങ്ങളുടെ റിസൾട്ട് വന്നാൽ എന്താ ക്ലിക്ക് ചെയ്യേണ്ടത്? DHSC ഫസ്റ്റ് ഇയർ ഇക്വലൻസി എക്സാം ജൂൺ 2024. അതായിരിക്കും നിങ്ങളുടെ സൈറ്റ് വരാൻ പോകുന്നത്. അത് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസ് ഓപ്പൺ ആവും. ഓക്കെ, നിങ്ങളെ ഹോൾ ടിക്കറ്റിൽ രജിസ്ട്രേഷൻ നമ്പർ എന്ന് കൊടുത്തിട്ടുള്ള ഒരു 7 ഡിജിറ്റ് നമ്പർ ഉണ്ട്. നിങ്ങൾ എക്സാമിന് എഴുതിയ നമ്പർ ഓർമ്മയില്ലേ? ആ നമ്പർ ഈ ഫസ്റ്റ് കോളത്തിൽ എൻ്റർ ചെയ്യാം. ഓക്കെ, 7 ഡിജിറ്റ്സ് ഉണ്ടാവും. രജിസ്ട്രേഷൻ നമ്പർ എന്നാണ് നിങ്ങൾ ഹോൾ ടിക്കറ്റിൽ ഉണ്ടാവാൻ. ആ നമ്പർ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കാം. ഓക്കെ, നിങ്ങളിപ്പോൾ ഒരു നമ്പർ കൊടുക്കുക. നെക്സ്റ്റ് നിങ്ങൾ ഡേറ്റ് ഓഫ് ബർത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം, സപ്പോസ് നിങ്ങളുടെ ബർത്ത്ഡേ മാർച്ച് 12, 1980 വിചാരിച്ചോ. ഇവിടെ 3 ബോക്സ് കാണുന്നുണ്ടല്ലോ. ഫസ്റ്റ് ബോക്സിൽ 12, മാർച്ച് 12 അല്ലേ, സോ 12 എന്ന് ഫസ്റ്റ് ബോക്സിൽ എൻ്റർ ചെയ്യാം. സെക്കൻഡ് ബോക്സിൽ മാർച്ച് 3 എന്നല്ലേ, 03 എന്ന് എൻ്റർ ചെയ്യണം. 3 എന്ന് മാത്രം എൻ്റർ ചെയ്താൽ പോയില്ല, 03 എന്ന് എൻ്റർ ചെയ്യണം. ലാസ്റ്റ് മൂന്നാമത്തെ കോളത്തിൽ വർഷം 1980. ഓക്കെ, അങ്ങനെ എൻ്റർ ചെയ്യണം. സോ അത് കഴിഞ്ഞിട്ട് സബ്മിറ്റ് ക്ലിക്ക് ചെയ്താൽ നിങ്ങളുടെ റിസൾട്ട് വരുന്നതായിരിക്കും. ഓക്കെ, സബ്മിറ്റ് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾ റിസൾട്ട് കിട്ടും. സോ ഇവിടെ ഇപ്പം റിസൾട്ട് ഇല്ലാത്തതുകൊണ്ട് കാണിക്കില്ല. റിസൾട്ട് വന്നാൽ നിങ്ങളുടെ ഓരോ സബ്ജക്റ്റിൻ്റെ ഗ്രേഡും മാർക്കും ഒക്കെ ലഭിക്കും. ഓക്കെ, സോ റിസൾട്ട് വന്നാൽ അതിൻ്റെ ചെയ്യുന്ന പുതിയ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യും. സോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എപ്പോഴാണ് റിസൾട്ട് വരുന്നത് അന്ന് ഞാൻ നിങ്ങൾക്ക് നോട്ടിഫൈ ചെയ്തതായിരിക്കും. ഓക്കെ, സോ ഇതിനെപ്പറ്റി ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ്സ് ചോദിക്കാം. ഇംഗ്ലീഷ് ക്ലാസ് +1 +2 ഇംഗ്ലീഷ് ക്ലാസ്സിന് വേണ്ടി നമ്മുടെ ചാനൽ ഫാസോൺ സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ, താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. എല്ലാവർക്കും നല്ല റിസൾട്ട് ഉണ്ടാകട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു.